10ാം ക്ലാസ് ഫിസിക്സിലെ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്ലെയിൻ മിററിലും കോൺവെക്സ് മിററിലും കോൺകേവ് മിററിലും ഇമേജ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വളരെ വ്യക്തമായിട്ട് പരീക്ഷണങ്ങളിലൂടെ മുൻ ക്ലാസ്സുകളിൽ ബോധ്യപ്പെട്ടതാണ്. ഇമേജ് ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട റേ ഡയഗ്രവും അതോടൊപ്പം അതിൻ്റെ പൊസിഷൻ, സൈസ്, നേച്ചർ ഓഫ് ദ ഇമേജ് ഇവ മനസ്സിലാക്കുകയാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. നേച്ചർ ഓഫ് ഇമേജസ്. We know that there are different types of mirrors like plane mirror, concave mirror and convex mirror. We make use of them in different situations based on the features like position of image, size of image and nature of image. Now, plane mirror. Position, size and nature. ഒരു പ്ലെയിൻ മിറർ, സാധാരണ കണ്ണാടി, അതിൻ്റെ മുമ്പിലായിട്ട് ഒരു വസ്തു എവിടെ വെച്ചാലും ഇമേജ് ഫോം ചെയ്യുന്നത് അതിൻ്റെ മിററിൻ്റെ പിറകിലായിരിക്കും. ഇമേജ് ഈസ് ബിഹൈൻഡ് ദ മിറർ. ദാറ്റ് ഈസ് ദ പൊസിഷൻ ഓഫ് ദ ഇമേജ് ഈസ് ബിഹൈൻഡ് ദ മിറർ. ആൻഡ് വാട്ട് ഈസ് ദ സൈസ്? Size is same size as that of the object. And what is about nature? Nature of the image is virtual and erect. നമ്മൾ സാധാരണ കണ്ണാടിയിൽ കാണുന്ന ഇമേജ് വെർച്വലാണ്, എറക്റ്റ്, നിവർന്നതാണ്. ഇത്രയാണ് പ്ലെയിൻ മിററിനെ കുറിച്ചുള്ള അതിൻ്റെ ഇമേജിൻ്റെ പൊസിഷൻ, സൈസ് ആൻഡ് നേച്ചർ. നൗ കോൺവെക്സ് മിറർ. കോൺവെക്സ് മിററിൻ്റെ ഇമേജ് എങ്ങനെയാണ്, അതിൻ്റെ പൊസിഷൻ എവിടെയാണ്, സൈസ് എവിടെയാണ്, നേച്ചർ എവിടെയാണ്? ലെറ്റ് us see. കോൺവെക്സ് മിറർ, പ്രിൻസിപ്പൽ ആക്സിസ്, അതിൻ്റെ ഫോക്കസും സെൻറ്റർ ഓഫ് കർവേച്ചറും. ദെൻ an object is placed in front of the convex mirror. OB is the object. Then പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് പോകുന്ന, അതായത് മിററിൽ പതിക്കുന്ന റേ അവിടെ നിന്ന് തെറിച്ച് പോകുന്നു. അത് ഫോക്കസിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. അതുപോലെ സെൻറ്റർ ഓഫ് കർവേച്ചറിന് നേരെ പോകുന്ന റേ അതേപോലെ തിരിച്ചു പോകുന്നു. ഈ രണ്ട് റേസും നമ്മൾ എക്സ്റ്റെൻഡഡ് ബാക്ക്വേഡ്സ്, അത് രണ്ടും കൂടി കൂട്ടിമുട്ടുന്നത് ഒരു പോയിൻ്റിലാണ്. ആ പോയിൻ്റാണ് ഇമേജിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. So, position of image is always between the pole of the mirror and principal focus. Pക്കും എഫിനും ഇടയിലായിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്. വസ്തു എവിടെ വെച്ചാലും, ഒരു കോൺവെക്സ് മിററിൻ്റെ മുമ്പിലായിട്ട് വസ്തു എവിടെ വെച്ചാലും ഇമേജ് ഫോം ചെയ്യുന്നത് പോളിനും പ്രിൻസിപ്പൽ ഫോക്കസിനും ഇടയിലായിരിക്കും. That is, image is formed in between the pole of the mirror and the principal focus. Now, what about the size? Image is diminished. ഒബ്ജക്റ്റിനെ വെച്ച് നോക്കുമ്പോൾ ഇമേജ് വളരെ ചെറുതാണ്. Now, what about the nature? Virtual and erect. ഇവിടെയും നിവർന്ന അല്ലെങ്കിൽ വെർച്വൽ ആയിട്ടുള്ള ഇമേജാണ് രൂപപ്പെടുന്നത്. Now, image formation in a കോൺകേവ് മിറർ. യെസ്, അതിന് മുമ്പായിട്ട്, അതിൻ്റെ ഫോർമേഷൻ പഠിക്കുന്നതിന് മുമ്പായിട്ട് ചില വസ്തുതകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ, റേ ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് ത്രൂ ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ മിറർ. പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകുന്ന റേ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ടാണ് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത്. രണ്ടാമത്തെ കാര്യം, റേ ഓഫ് ലൈറ്റ് ഇൻസിഡൻറ്റ് ത്രൂ ദ സെൻറ്റർ ഓഫ് കർവേച്ചർ ഓഫ് എ മിറർ. സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ കടന്നു പോകുന്ന റേ അതേ പാതയിലൂടെ തന്നെ തിരിച്ചു പോകുന്നു. മൂന്നാമത്തെ കാര്യം, ഒരു കോൺകേവ് മിററിൻ്റെ പോളിൽ പതിക്കുന്ന റേ അതേ ആംഗിളിൽ തന്നെ അത് തിരിച്ചു പോകുന്നു, റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു. ഇത്രയും കാര്യങ്ങളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ഇനി ഇമേജ് ഫോർമേഷൻ മനസ്സിലാക്കാം. The position of the object at infinity.
വസ്തു അനന്തതയിലാണ്, ഇൻഫിനിറ്റിയിലാണ് വയ്ക്കുന്നതെങ്കിൽ എവിടെയാണ് ഇമേജ് ഫോം ചെയ്തത് നോക്കാം. കോൺകേവ് മിറർ, പ്രിൻസിപ്പൽ ആക്സിസ്, എഫ് ആൻഡ് സി. എഫ് മീൻസ് പ്രിൻസിപ്പൽ ഫോക്കസ്, സി മീൻസ് സെൻറ്റർ ഓഫ് കർവേച്ചർ. വളരെ അകലിൽ നിന്നുള്ള, ഇൻഫിനിറ്റിയിൽ നിന്നുള്ള പാരലൽ റേസ് ഈ കോൺകേവ് ദർപ്പണത്തിൽ പതിച്ചതിന് ശേഷം ഫോക്കസിലാണ് കൂട്ടിമുട്ടുന്നത്, ഫോക്കസിലാണ് വന്നു ചേരുന്നത്. അതുകൊണ്ട് ഇമേജ് ഫോം ചെയ്യുന്നത് ഫോക്കസിലാണ്. സോ വേർ വിൽ ബി ദ പൊസിഷൻ ഓഫ് ഇമേജ്? യെസ്, പൊസിഷൻ ഓഫ് ഇമേജ് ഈസ് അറ്റ് ദ ഫോക്കസ്. നൗ വാട്ട് ഈസ് ദ സൈസ്? സൈസ് ഈസ് വെരി വെരി സ്മോൾ, വളരെ ചെറുതാണ്. ദെൻ നേച്ചർ, റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. വസ്തു അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിൽ വെച്ചാൽ പൊസിഷൻ ഓഫ് ദ ഇമേജ് വിൽ ബി അറ്റ് ദ ഫോക്കസ്, സൈസ് ഓഫ് ദ ഇമേജ് ഈസ് വെരി സ്മോൾ ആൻഡ് നേച്ചർ ഈസ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. നൗ പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് അറ്റ് ബിയോണ്ട് സി. സി എന്ന പൊസിഷൻ, സെൻറ്റർ ഓഫ് കർവേച്ചറിന് അപ്പുറത്താണ് ഒബ്ജക്റ്റ് വയ്ക്കുന്നതെങ്കിൽ എവിടെയാണ് ഫോം ചെയ്യുന്നത്, ഇമേജ് എവിടെയാണ് ഫോം ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. കോൺകേവ് മിറർ, പ്രിൻസിപ്പൽ ആക്സിസ്, എഫ് ആൻഡ് സി, ആൻഡ് ഒബ്ജക്റ്റ് ഒ ബി ഈസ് പ്ലേസ്ഡ് ബിയോണ്ട് സി. സിക്ക് അപ്പുറത്താണ് ഒ ബി എന്ന വസ്തു വച്ചിരിക്കുന്നത്. നൗ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടുള്ള റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ പാസസ് ത്രൂ പ്രിൻസിപ്പൽ ഫോക്കസ്. ഫോക്കസിലൂടെയാണ് കടന്നു പോകുന്നത്. ദെൻ സിയിലൂടെ കടന്നു പോകുന്ന റേ അതേപോലെ തന്നെ തിരിച്ചു പോകുമെന്ന് പറഞ്ഞു. ഇത് രണ്ടും കൂടി മീറ്റ് ചെയ്യുന്നത് ഒരു പോയിന്റിലാണ്. ആ പോയിൻ്റ് ആയിരിക്കും ഇമേജിൻ്റെ പൊസിഷൻ. ദാറ്റ് ഈസ് ഐ എം വിൽ ബി ദ പൊസിഷൻ ഓഫ് image. So we can say that the position of image is between F and C. So when the object is placed beyond C, position of image is between C and F, and size small, not very small, small. Then object അപേക്ഷിച്ച് ചെറുതാണ്. Then nature, real and inverted. Real means that we can quote on a screen, and inverted തലകീഴായതാണ്. ഇമേജിൻ്റെ നേച്ചർ റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. നൗ വെൻ ദ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് സി, സിയിലാണ് ഒബ്ജക്റ്റ് വയ്ക്കുന്നതെങ്കിൽ എവിടെയാണ് ഫോം ചെയ്യുന്നത്? യെസ്, കോൺകേവ് മിറർ, പ്രിൻസിപ്പൽ ആക്സിസ്, എഫ് ആൻഡ് സി, ആൻഡ് പി. പി ഈസ് ദ പോൾ, എഫ് ഈസ് ദ പ്രിൻസിപ്പൽ ഫോക്കസ്, ആൻഡ് സി ഈസ് ദ സെൻറ്റർ ഓഫ് കർവേച്ചർ. ദെൻ സിയിലാണ്, ദാറ്റ് ഈസ് ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് സി. നൗ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടുള്ള റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ പാസസ് ത്രൂ പ്രിൻസിപ്പൽ ഫോക്കസ്. പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു പോകുന്നു. ദെൻ ആൻഡ് സിയിലൂടെ കടന്നു പോകുന്നു, അതേ പാതയിലൂടെ കടന്നു പോകുന്നു എന്ന് പറഞ്ഞു. അതുപോലെ എഫിലൂടെ കടന്നു പോകുന്ന റേ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് കടന്നു പോകുന്നു. ഈ രണ്ട് റേസും കൂട്ടിമുട്ടുന്ന ഒരു പോയിൻ്റ്, അതാണ് ഇമേജിൻ്റെ പൊസിഷൻ. ദറ്റ് ഈസ് ഇഫ് ഒ ബി ഈസ് ദ ഒബ്ജക്റ്റ്, ഐ എം ബി ദ ഇമേജ്. അപ്പോൾ എവിടെയാണ് ഉണ്ടായിരിക്കുന്നത്? അതേ പൊസിഷൻ തന്നെയാണ്. സി എന്ന പോയിന്റിലാണ് വസ്തു വെച്ചത്, അതേ പൊസിഷനിലാണ് ഇമേജും ഫോം ചെയ്തിരിക്കുന്നത്. ആൻഡ് സൈസ് ഈസ് സെയിം സൈസ് ആസ് ദാറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഒ ബിയുടെ അതേ സൈസ് തന്നെയാണ് ഐ എമ്മിനും ഉള്ളത്. ദെൻ നേച്ചർ, ആൻഡ് നേച്ചർ ഈസ് റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. തലകീഴായതാണ്, അതുപോലെ റിയലാണ്. ദാറ്റ് ഈസ് ദ നേച്ചർ ഓഫ് image. So when the object is placed at C, the position of image is at C, and the size same size as that of the object, nature real and inverted. Now position of object at F. എഫിലാണ് നമ്മൾ ഒബ്ജക്റ്റ് വയ്ക്കുന്നതെങ്കിൽ എവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നത്? സി, കോൺകേവ് മിറർ, പ്രിൻസിപ്പൽ ആക്സിസ്, എഫിലാണ് വസ്തു വെച്ചിരിക്കുന്നത്. ഒ ബി എന്ന വസ്തു വെച്ചിരിക്കുന്നത് എഫിലാണ്. ദെൻ അതായത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടുള്ള റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ പാസസ് ത്രൂ പ്രിൻസിപ്പൽ ഫോക്കസ്. ദെൻ സിയിലൂടെ കടന്നു പോകുന്ന രശ്മിയും അതേപോലെ കടന്നു പോകുന്നു. ഈ രണ്ട് രശ്മികളും, ഈ രണ്ട് റേസും ഒരിക്കലും
ഡു നോട്ട് മീറ്റ്, ഒരിക്കലും കൂട്ടിമുട്ടുന്നില്ല. അതുകൊണ്ട് ഇമേജ് ഫോം ചെയ്യുന്നുമില്ല. സോ വെൻ ദ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് എഫ്, എഫിലാണ് വസ്തു വയ്ക്കുന്നതെങ്കിൽ നോ ഇമേജ് ഈസ് ഫോംഡ്, ഇമേജ് രൂപീകരിക്കുന്നില്ല. ഓക്കെ. പൊസിഷൻ ഓഫ് ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് പി, എഫിനും പിക്കും ഇടയിലാണ് ഒരു വസ്തു വയ്ക്കുന്നതെങ്കിൽ എവിടെയാണ് ഇമേജ് ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. കോൺകേവ് മിറർ, പോൾ, പ്രിൻസിപ്പൽ ആക്സിസ്, principal focus, and C is marked, and an object is placed between F and P. OB is the object that is placed in between F and P. എഫിനും പിക്കും ഇടയിലാണ് ഒ ബി എന്ന വസ്തു അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വച്ചിരിക്കുന്നത്. സി ദാറ്റ് ഈസ് ബിയിലൂടെ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടുള്ള രശ്മി ആഫ്റ്റർ റിഫ്ലക്ഷൻ പാസസ് ത്രൂ ദി പ്രിൻസിപ്പൽ ഫോക്കസ്. അതേപോലെ ബിയിൽ നിന്ന് സിയിലൂടെ കടന്നു പോകുന്ന റേ അതേപോലെ തന്നെ പോകുന്നു. സി ഈ രണ്ട് റേസ് ഒരിക്കലും കൂട്ടിമുട്ടുന്നില്ല. ദീസ് റിഫ്ലക്റ്റഡ് റേസ് ഡു നോട്ട് മീറ്റ് എനിവെയർ, ഒരിക്കലും എവിടെയും കൂട്ടിമുട്ടുന്നില്ല. പക്ഷേ ഈ രണ്ട് റേസും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്താൽ, ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ അത് ഒരു ബിന്ദുവിൽ നിന്നാണ് പുറപ്പെടുന്നതെന്ന് തോന്നും. ആ പോയിൻ്റാണ്, ആ മീറ്റ് ചെയ്യുന്ന എക്സ്റ്റെൻഡഡ് ബാക്ക്വേഡ്സ്, ദാറ്റ് ആ പോയിൻ്റാണ് ഇമേജിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഐ എം ബി ദ ഇമേജ്. ആൻഡ് വാട്ട് ഈസ് ദ സൈസ് ഹിയർ? ഇറ്റ് ഈസ് മാഗ്നിഫൈഡ്. ഒബ്ജക്റ്റിനെ അപേക്ഷിച്ച് മാഗ്നിഫൈഡ് ആണ് അതിൻ്റെ സൈസ്. അതുപോലെ നിവർന്നതാണ് എന്ന് പറഞ്ഞാൽ വെർച്വൽ ആൻഡ് എറക്റ്റ്. മിററിൻ്റെ പിറകിലാണ് ഇമേജ് ഉണ്ടായിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അത് വെർച്വലാണ്, എറക്റ്റ് നിവർന്നതാണ്. So that is the then what is the position of image? When the object is placed between F and P, the position of image is beyond the mirror. Beyond the mirror. മിററിന് അപ്പുറത്താണ് ഉണ്ടാവുന്നത്. Then size is magnified and nature virtual and erect. Now let us conclude all these things in a table. That is position of the object, position of image, and features of image. When first one at infinity, that is when object is placed at infinity, position of image is at focus. Then features very small, real and inverted. വളരെ ചെറുതാണ്, റിയലും അതുപോലെ തലകീഴായതുമാണ്, റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. ദെൻ ബിയോണ്ട് സി, സിക്ക് അപ്പുറത്താണ് ഒബ്ജക്റ്റ് വയ്ക്കുന്നതെങ്കിൽ പൊസിഷൻ ഓഫ് ദ ഇമേജ് ഈസ് ബിറ്റ്വീൻ എഫ് ആൻഡ് സി, സിക്കും എഫിനും ഇടയിലാണ്. ഫീച്ചേഴ്സ് ഓഫ് ദ ഇമേജ് സ്മോൾ, റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. യെസ്, നെക്സ്റ്റ് പൊസിഷൻ ഈസ് അറ്റ് സി, ദാറ്റ് ഈസ് ദ പൊസിഷൻ ഓഫ് ഒബ്ജക്റ്റ് ഈസ് അറ്റ് സി. ദെൻ പൊസിഷൻ ഓഫ് ദ ഇമേജ് ഈസ് അറ്റ് സി, സിയിൽ തന്നെയാണ് ഉണ്ടാകുന്നത്. ദെൻ ഫീച്ചേഴ്സ് ഓഫ് ദ ഇമേജ് സെയിം സൈസാണ്, റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. നൗ ബിറ്റ്വീൻ സി ആൻഡ് എഫ്, എഫിനും സിക്കും ഇടയിലാണ് ഒബ്ജക്റ്റ് വയ്ക്കുന്നതെങ്കിൽ ദ പൊസിഷൻ ഓഫ് ദ ഇമേജ് ഈസ് ബിയോണ്ട് സി, സിക്ക് അപ്പുറത്താണ് ഉണ്ടാകുന്നത്. ഫീച്ചേഴ്സ് ഓഫ് ദ ഇമേജ് മാഗ്നിഫൈഡ്, റിയൽ ആൻഡ് ഇൻവേർട്ടഡ്. അത് മാഗ്നിഫൈഡ് ആണ്, റിയൽ ആണ്, ഇൻവേർട്ടഡ് ആണ്. നൗ അറ്റ് എഫ്, എഫിലാണ് വസ്തു വയ്ക്കുന്നതെങ്കിൽ വെൻ ദ പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് അറ്റ് എഫ്, നോ ഇമേജ് ഫോംഡ്. അപ്പോൾ അതുകൊണ്ട് അതിന് ഫീച്ചറൊന്നുമില്ല. ദെൻ ബിറ്റ്വീൻ എഫ് ആൻഡ് പി, എഫിനും പിക്കും ഇടയിലാണ് ഒബ്ജക്റ്റ് വയ്ക്കുന്നതെങ്കിൽ ദ പൊസിഷൻ ഓഫ് ദ ഇമേജ് ഈസ് ബിഹൈൻഡ് ദ മിറർ, മിററിന് പിറകിലാണ്. ആൻഡ് ദ ഫീച്ചേഴ്സ് ഓഫ് ദ ഇമേജ് ഈസ് മാഗ്നിഫൈഡ്, ദാറ്റ് ആസ് കൺസിഡറിങ് ദ ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഇമേജിൻ്റെ സൈസ് മാഗ്നിഫൈഡ് ആണ്, വെർച്വൽ ആൻഡ് എറക്റ്റ്. These are the conclusion. So ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ഇമേജ് ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട റേ ഡയഗ്രമാണ് മനസ്സിലാക്കിയത്. ഓക്കെ, അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക. താങ്ക് യു.